കഥ തുടരുന്നു. റിങ് അവസാനിക്കാറായപ്പോഴാണ് കാൾ ബട്ടൺ അമർത്തി ഉമ കാതോട് ചേർത്തത്. ഗുഡ് ഈവനിങ് ഡോക്ടർ ഉമാ മഹേശ്വരി. ഗുഡ് ഈവനിങ്, ആരാണ്? ഞാൻ ഡോക്ടർ ശരത് നമ്പീശൻ. അടുത്ത നിമിഷം തന്നെ മറുപടി എത്തി. പ്രൊഫസർ ദേവനാരായണ അങ്കിളും മഹേശ്വരി ആൻറ്റിയും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഡോക്ടർ ഉമയെ ഒന്ന് കാണണമായിരുന്നു. താങ്കളുടെ അച്ഛനും അമ്മയും തന്നയച്ച ചില ഗിഫ്റ്റുകളും ഏൽപ്പിക്കാനുണ്ട്. ഉമ ആലോചനയിലായി. പ്രതീക്ഷിച്ച പ്രതിസന്ധിയാണ്. ബുദ്ധിപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യണം, ആരെയും പിണക്കാതെ. ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ ഡോക്ടർ. എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും? 7 ആവും. സാരമില്ല, എനിക്കിവിടെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. 7 കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരാം. ഒന്ന് കാണുകയും അവിടുന്ന് തന്നയച്ച ഗിഫ്റ്റുകൾ തരികയുമേ വേണ്ടുമെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചാവാം. അതിനിവിടെ സൗകര്യമുണ്ട്. എനിക്ക് അപ്പൂനെയും കാണണം. അതിന് ആ വീട്ടിൽ വന്നാലല്ലേ പറ്റൂ. ശരിക്കും അവൾ കുഴങ്ങി. അപ്പുവിൽ നിന്ന് ഈ പുതിയ കഥാപാത്രത്തെ ഒളിക്കുകയായിരുന്നു പ്രധാന ആവശ്യം. സമാധാനമായി ജീവിക്കാൻ ഉറ്റമിത്രങ്ങളായ അച്ഛനും അമ്മയും അനുവദിക്കില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പുവിനെ ഡോക്ടർക്ക് അറിയാമോ? ഉമയുടെ അമ്മ പറഞ്ഞറിയാം. എനിക്ക് അവനെ കാണണമെന്നുണ്ട്. എനിക്കൊരു മോൾ മാത്രമേ ഉള്ളൂ. ഒരു മോനെ കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. വല്ലാത്ത സങ്കോചം തോന്നി ഉമയ്ക്ക്. സ്വന്തം അച്ഛനല്ലാത്ത ഒരു പുരുഷൻ വീട്ടിൽ അമ്മയുടെ സന്ദർശകനായി വരുന്നത് ഇഷ്ടമില്ലാത്ത കുട്ടിയാണ് അപ്പു. അതെങ്ങനെ ഇദ്ദേഹത്തോട് പറയും? അച്ഛന് ജീവനായിരുന്നിട്ടും അമ്മയല്ലാത്ത ഒരു സ്ത്രീയുമായി സൗഹൃദമുണ്ടായതോടെ അദ്ദേഹത്തെ വെറുത്തവനാണ് അവൻ. എനിക്ക് ഇനിയൊരു വിവാഹം ആവശ്യമില്ലെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ? അത് ഈ മാന്യ അപമാനമാകുമോ? അച്ഛൻ കൂടി തൻ്റെ ശത്രുവാകുമോ? ഉമയെന്താ നിശബ്ദയായത്? ഒരു മോനെ കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എനിക്ക് ഒരു മോൾ കൂടിയുണ്ട് ഡോക്ടർ. ആ കുട്ടി ഉമയുടെ ഭർത്താവിൻ്റെ ഒപ്പമല്ലേ? അവൾ തിരിച്ചു വരുമെങ്കിൽ അവളെയും എൻ്റെ സ്വന്തം കുട്ടിയായി കാണാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മോൾ മാരീഡാണ്, സ്റ്റേറ്റ്സിലുമാണ്. അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഒരു 2ാം വിവാഹത്തിന് താൻ സന്നദ്ധയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ മനുഷ്യൻ. അത് ഇപ്പോൾ തന്നെ തിരുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അത് തീരാത്ത തലവേദനയാകും. ഡോക്ടർ, ഉമ്മ പറയാനൊരുങ്ങി. നോ. പെട്ടെന്ന് അയാൾ അത് ഖണ്ഡിച്ചു. 7 കഴിഞ്ഞ് ഞാൻ ഉമ്മയുടെ വീട്ടിൽ വരാം. ശരത് നമ്പീശൻ ലൈൻ കട്ടാക്കി. നോ എന്ന് ഉറക്കെ കരയണമെന്ന് അവൾക്ക് തോന്നി. അതിനായി ഉമ ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്ക് ആ നമ്പർ പക്ഷേ ബിസിയായി കഴിഞ്ഞിരുന്നു. അതോടെ അവൾക്ക് ജോലിയെ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. 6-ന് മുമ്പേ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. വീട്ടിലെത്തിയപ്പോഴും ഉമ ആ ഡോക്ടറുടെ നമ്പറിൽ ശ്രമിച്ചു. പുതിയ അറിയിപ്പ്, നമ്പർ സ്വിച്ച് ഓഫ് എന്നായിരുന്നു. 6:30 ആയപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് അപ്പു എത്തി. ഉമയാണ് അവന് ടിഫിൻ കൊടുത്തത്. അമ്മയിന്ന് നേരത്തെ വന്നോ? ഉവ്. നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തിരുവനന്തപുരത്തിന് പോകുന്ന ഏതോ ഡോക്ടറുടെ കൈവശം എന്തൊക്കെയോ ഗിഫ്റ്റുകൾ കൊടുത്തു വിട്ടിരിക്കുന്നു. അതുമായി അദ്ദേഹം 7 കഴിഞ്ഞ് ഇവിടെ എത്തുമത്രേ. ആ സമയത്ത് ഇവിടേക്ക് പുരുഷന്മാരായ സന്ദർശകരെ അയക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. കേൾക്കണ്ടേ? അമ്മയുടെ മുഖത്ത് ഈർഷ്യ കണ്ട് അപ്പുവിന് സന്തോഷമായി. സാരമില്ലമ്മേ, ഗിഫ്റ്റ് തന്നിട്ട് വേഗം സ്ഥലം വിട്ടോളുമല്ലോ. സപ്ര കഴിക്കാനൊന്നും ക്ഷണിക്കാതിരുന്നാൽ മതി. ഞാനൊന്നിനും ക്ഷണിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു കപ്പ് ചായ കൊടുക്കാം. അത് കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്ടാൽ മതിയായിരുന്നു. നിൻ്റെ അപ്പൂപ്പനും അമ്മയ്ക്കും വല്ല ദുരുദ്ദേശമുണ്ടോയെന്ന എൻ്റെ സംശയം. അതെന്താ അങ്ങനെ സംശയിക്കാൻ? അവൻ്റെ പുരികം ചുളിഞ്ഞു. വരുന്ന ആൾ ഡോക്ടറാണ്. ഭാര്യ മരിച്ചയാളാണ്. ഏക മകൾ വിവാഹിതയായി അമേരിക്കയിലാണ്. എന്നെ വല്ല 2ാം വിവാഹത്തിനും കുരുക്കാൻ വേണ്ടിയല്ലെന്ന് ആർക്കറിയാം? ഒന്നും അപ്പുവിൽ നിന്ന് ഒളിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. സംശയം തോന്നിയതേ അവൻ്റെ മനസ്സ് കലങ്ങും. അമ്മയോടും മകനും ശത്രുതയാവും. എല്ലാം അപ്പു കൂടി അറിഞ്ഞാൽ നിർലഭമായ ആ സഹായവും ലഭിക്കുമല്ലോ. ചിലപ്പോൾ ശരിയാവും അമ്മേ. അവൻ പല്ലു ഞെരിച്ചു. അമ്മയെ അച്ഛനെ തെറ്റിക്കാൻ താരയങ്കിളിനെ കൊണ്ട് നുണ പറയിച്ചവരല്ലേ അമ്മമ്മയും അപ്പൂപ്പനും. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളുണ്ടെന്ന ഓർമ്മ പോലും 2എണ്ണത്തിനുമില്ല. ഇപ്പം ദാ അച്ഛൻ ആ സ്ത്രീയെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അമ്മുവിന് എത്ര വിഷമമുണ്ടാവും. സിൻഡ്രല്ല അവിടെ താമസിക്കാനെത്തിയ വിവരം നീയും അറിഞ്ഞു അപ്പു? ഉമ്മയ്ക്ക് അത്ഭുതമായി. അമ്മയ്ക്ക് മുമ്പേ ഞാൻ അറിഞ്ഞത്. അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്നത്. അമ്മയ്ക്ക് വിഷമമില്ല അപ്പു. അച്ഛനൊരു തുണ വേണ്ടേ? അമ്മുവിന് ഒരമ്മയുടെ സഹായം വേണ്ടേ? ഒരു നിമിഷാർദ്ധം കൊണ്ട് അപ്പുവിൻ്റെ കണ്ണുകൾ കൂർത്തു. അപ്പോൾ അമ്മയ്ക്ക് വേണമല്ലേ ഒരു കൂട്ട്? പക്ഷേ എനിക്ക് ഒരു അച്ഛനെ ഉണ്ടാക്കി തരാൻ നോക്കണ്ട കേട്ടോ. എപ്പം ഞാനിവിടുന്ന് ഇറങ്ങി തരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയേക്കാം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ വിതുമ്പലിൽ കോടി. കസേര വലിച്ചെടുപ്പിച്ച് അവൾ മകനെ ചേർത്ത് പിടിച്ചു. എന്താ എൻ്റെ അപ്പൂട്ടത്? നിനക്കിനിയോ അമ്മയെ മനസ്സിലായില്ലേ? എനിക്ക് കൂട്ടായി നീ മതി. സത്യം. മരിക്കണമെന്ന് പിന്നീടും പലപ്പോഴും അമ്മയ്ക്ക് തോന്നി. എന്നിട്ടും ആ ചിന്തയടക്കി ജീവിക്കുന്നത് നിനക്കും അമ്മൂനും വേണ്ടിയാ. പ്രായപൂർത്തിയാവുമ്പോൾ അമ്മയെ അമ്മൂന് അത്യാവശ്യമായി വന്നാൽ ഞാൻ ജീവിച്ചിരുന്നല്ലേ പറ്റുമോനെ? അമ്മയ്ക്ക് നിങ്ങൾ 2 പേരല്ലാതെ മറ്റാരും വേണ്ടപ്പോ. എങ്കിൽ ആ ഡോക്ടർ വന്നാൽ ഉടനെ പറഞ്ഞയച്ചേക്കണം.
ശരി, രാത്രി ആയതുകൊണ്ട് ഇവിടെ തങ്ങാൻ അയാൾ ആഗ്രഹിച്ചാൽ? മര്യാദക്കാരനാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കില്ല. മര്യാദ അറിയാത്തവനാണെങ്കിൽ സാധ്യമല്ലെന്ന് പറയാൻ എന്തിനാ മടിക്കുന്നത്? ഈ ടൗണിൽ രാത്രി തങ്ങാൻ ധാരാളം ഹോട്ടലുണ്ടല്ലോ. ആ നിമിഷം ഗേറ്റിന് പുറത്ത് ഒരു കാറിൻ്റെ ഹോൺ കേൾക്കായി. അപ്പു അമ്മയെ നോക്കി. അയാളാവും. ഞാൻ ചെന്ന് ഗേറ്റ് തുറക്കട്ടെ? ഉമ്മ മെല്ലെ തലയാട്ടി. കൈ കഴുകിയിട്ട് അവൻ പുറത്തേക്ക് ഓടി. ഗേറ്റ് തുറന്നപ്പോഴേക്കും കാറിൻ്റെ ഡ്രൈവർ സൈഡിലെ ഗ്ലാസ് താണു. ഒരാൾ പുറത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഡോക്ടറാണോ? അപ്പു ചോദിച്ചു. തലശ്ശേരിയിൽ നിന്ന് അപ്പൂപ്പൻ അയച്ചാ? അതെ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ സമ്മതത്തിൽ മുഖം ചലിപ്പിച്ചു. ഇയാൾ അപ്പുവല്ലേ? യാ. ധൈര്യമായി അവന് മുഖം കുലുക്കി. കാർ അകത്തേക്ക് എടുത്ത ശേഷം ഡോക്ടർ ശരത് നമ്പീശൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അപ്പു ഗൗരവത്തിൽ അടിമുടി അയാളെ നോക്കി. അച്ഛനേക്കാൾ പ്രായമുണ്ട്, പക്ഷേ അച്ഛനെ പോലെ തന്നെ കാണാൻ യോഗ്യൻ. ഉമ്മ എത്തിയില്ലേ? ശരത് അവനോട് തിരക്കി. അന്യനായ ഒരാൾ അമ്മയെ സ്വാതന്ത്ര്യത്തിൽ പേരെടുത്ത് പറഞ്ഞത് അപ്പുവിന് അത്ര ഇഷ്ടമായില്ല. ഡോക്ടർ ഉമാ മഹേശ്വരിയെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അകത്തുണ്ട്. ഇവൻ മോശമല്ലല്ലോ എന്ന ഭാവത്തിൽ അതിഥി കുട്ടിയെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതും അവന് ഒട്ടും സുഖിച്ചില്ല. കാറിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ നമ്പീശൻ ഭംഗിയുള്ളൊരു കിറ്റ് എടുത്തു. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തന്നയച്ചതാ. എന്താണ് ഇതിന് അകത്തെന്നൊന്നും അറിയില്ല. ആ നിന്റെ പ്രയോഗവും അപ്പുവിനെ ചൊടിപ്പിച്ചു. പരിചയമില്ലാത്തൊരു കുട്ടിയെ മോനെ എന്ന് വിളിക്കാം. നിന്റെ എടാ ഭാഷകളൊക്കെ പോലീസ് ശൈലിയാണ്. അകത്തെത്തിയതും അയാൾ അത്ഭുതത്തിൽ ചുറ്റും നോക്കി. എവിടെ ഉമ്മ? അപ്പു മിണ്ടാൻ പോയില്ല. മമ്മിയെ വിളിക്കടാ. അടുത്തത് ഓർഡറായിരുന്നു. പോടാ. എടുത്തടിച്ചതുപോലെയായിരുന്നു മറുപടിയും. ശരത് നമ്പീശൻ സ്തബ്ധനായി നിന്നു. അപ്പോഴേക്ക് ഉമ സ്റ്റെയർ കേസിൽ നിന്നിറങ്ങി വന്നു. വീട്ടിൽ ധരിച്ചിരുന്ന സൽവാർ കമ്മീസ് മാറ്റി അവൾ സാരി ഉടുത്തിരുന്നു. മുഖം കഴുകി തുടച്ചിരുന്നു. കാതും കഴുത്തും ശൂന്യമായിരുന്നു. മുടി അലസമായി പിന്നിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ശരത്തിനെ പക്ഷേ ആ രൂപം വല്ലാതെ ആകർഷിച്ചു. അയാൾ മരിച്ചുപോയ ഭാര്യയെ ഓർത്തു. പ്രസവം കഴിഞ്ഞതോടെ തടിച്ചു കൊച്ചമ്മയായിരുന്നു ഡോക്ടർ രേഷ്മ. ഇവൾ പക്ഷേ ഒരു മോഡലിനെ പോലെയുണ്ട്. ചെറുപ്പവും. ഉമയല്ലേ? ഉമ പടികളിറങ്ങി താഴെ എത്തിയതും ശരത് തിരക്കി. ഞാൻ ഡോക്ടർ ശരത് നമ്പീശൻ. മനസ്സിലായി ഡോക്ടർ. അവൾ മന്ദഹസിച്ചു. താങ്കൾ ഇരിക്കൂ. അതിനു മുമ്പ് ഉമയുടെ അച്ഛനും അമ്മയും തന്നയച്ച ഈ ഗിഫ്റ്റ് ഏൽപ്പിക്കാം. ആ കിറ്റ് അയാൾ ഉമയ്ക്ക് നീട്ടി. സന്തോഷത്തോടെ അവൾ അത് വാങ്ങി. കുടിക്കാൻ എന്താണ് എടുക്കേണ്ടതെന്ന് ഡോക്ടർ? ചായയോ കോഫിയോ? രാത്രി ആയതുകൊണ്ട് തണുത്തത് പറ്റില്ലല്ലോ. രാത്രിയിൽ ചൂടുള്ള സൂപ്പാവും നല്ലത്. അതല്ല, കഞ്ഞിയും പയറുമൊക്കെയാണ് ഇവിടുത്തെ ശീലമെങ്കിൽ അതിനും വിരോധമില്ല. ഉമ ഒന്ന് അമ്പരന്നു. അതിനു മുമ്പ് നമുക്ക് അല്പം പേഴ്സണലായി സംസാരിക്കണം. സെറ്റിയിലിരുന്ന ശേഷം ഡോക്ടർ ശരത് നമ്പീശൻ അപ്പുവിനെ നോക്കി. ഇവന് പഠിക്കാൻ കാണുമല്ലോ. ഇവൻ അകത്തേക്ക് പോയിക്കോട്ടെ. മോൻ്റെ മുഖം ഇരുളുന്നത് അവൾ കണ്ടു. സോറി ഡോക്ടർ. ക്ഷമാപണ ഭാവത്തിലാണ് ഉമ തുടർന്നത്. എൻ്റെ മകനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊന്നും താങ്കളിൽ നിന്ന് കേൾക്കാനില്ല. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ് വിഷയമെങ്കിൽ. ഒരു റീമാരേജ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡോക്ടർ. എനിക്കതൊട്ടും ആലോചിക്കാനില്ല. മക്കൾ വിവാഹിതരായി പോയി കഴിഞ്ഞാലുള്ള വാർദ്ധക്യത്തിലെ ഏകാന്തതയെക്കുറിച്ചാണ് എല്ലാവർക്കും വാൺ ചെയ്യാനുള്ളത്. എൻ്റെ മക്കൾ കുടുംബമായി എവിടെ താമസിക്കുന്നോ അതിൻ്റെ ഒരു മൂലയിൽ ഞാൻ കഴിഞ്ഞു കൂടിക്കൊള്ളാം, അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ. മരിച്ചു കഴിഞ്ഞുള്ള ശവസംസ്കാരത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും ഞാൻ അല്പവും ബോധേഡുമല്ല. കച്ചറ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് ശരത് പല്ല് ഞെരിച്ചു. അമ്മയും മകനും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയുമെല്ലാം. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിച്ചത്? കൾച്ചർ തൊട്ട് തീണ്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ഫാമിലിയിൽ? ഉമ്മയുടെ മുഖം തുടുത്തു. കൾച്ചർ എന്താണെന്ന് ഡോക്ടർക്ക് അറിയുമോ? ആരുടെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് അവർ കൾച്ചറഡാണോ എന്ന് നമുക്ക് മനസ്സിലാവുക. തെറ്റ് മനസ്സിലാക്കി നമ്മൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചാൽ കൾച്ചർഡായവർ ഒരിക്കലും പുലഭ്യം വർഷിച്ച് നമ്മളെ വേദനിപ്പിക്കില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഡോക്ടറെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുമില്ല. ഡോക്ടർക്ക് വിഷമമാവുമോ എന്ന് ഭയന്നാണ് എൻ്റെ മനസ്സ് ഞാൻ തുറന്നറിയിച്ചതും. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ ഖേദമറിയിക്കുന്നു. ആർക്കു വേണം നിങ്ങളുടെ ഖേദം? വെറുപ്പിൽ ശരത് മുഖം തിരിച്ചു. വിദേശ സർവകലാശാലകളിൽ ഹയർ സ്റ്റഡീസ് പൂർത്തിയാക്കി വന്നവനെ ഞാൻ. ആൾവേസ് എ ഗോൾഡ് മെഡലിസ്റ്റ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കപ്പുറം കടന്നിട്ടില്ലാത്ത താനൊന്നും എന്നെ കൾച്ചർ പഠിപ്പിക്കണ്ട. പക്ഷേ ഈ അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല. അയാൾ തിരിഞ്ഞു നടന്നു. അയാൾ കണ്ടാൽ ഒരു ഡോക്ടറാണെന്നല്ല, ഒരു പോലീസ് ഓഫീസറാണെന്നാണ് തോന്നുക. അപ്പു ചിരിച്ചു. എന്നിട്ട് ഓടിയെടുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ റീമാരി ചെയ്യുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല അമ്മേ. പക്ഷേ അത് ഇയാളെപ്പോലെയോ താര അങ്കിളിനെ പോലെയുള്ളവരോ ആവാൻ പാടില്ല. എൻ്റെ അച്ഛൻ ഇതിലുമൊക്കെ എത്രയോ നല്ലതാ. അമ്മയ്ക്ക് റീമാരി ചെയ്യേണ്ട മോനെ. കണ്ണീരിൽ ഉമ്മ മകനെ തഴുകി. അമ്മയ്ക്ക് നീ മതി. എൻ്റെ അമ്മുവിനെ കൂടി വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടിയാൽ മറ്റൊന്നും അമ്മയ്ക്ക് വേണ്ട. വല്ലപ്പോഴുമല്ല, അമ്മ സ്ഥിരമായി നമ്മോടൊപ്പം പോരും അമ്മേ.
അത് ശരിയാണോ അപ്പോൾ അച്ഛൻ അവിടെ തനിച്ചാവില്ലേ? അച്ഛൻ എങ്ങനെയാ തനിച്ചാവുക? ആ സ്ത്രീ ഉണ്ടാവില്ലേ അവിടെ? അവർ ശരിക്കും രണ്ടാനമ്മ ആവുന്നതോടെ അമ്മു ആ വീട് വിട്ട് ഇങ്ങോട്ട് പോരുമമ്മേ. അപ്പോൾ ഡോക്ടർ ശരത് നമ്പീശൻ്റെ കാർ ഗേറ്റ് കടന്ന ശബ്ദം കേൾക്കായി. ഞാൻ പോയി ഗേറ്റ് അടിച്ച് ലോക്ക് ചെയ്തിട്ട് വരാമമ്മേ. അപ്പു തിരിഞ്ഞ് പുറത്തേക്ക് ഓടി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉമയുടെ ഫോണിൽ അച്ഛൻ്റെ കോൾ എത്തി. പക്ഷേ അവളത് എടുത്തില്ല. മാതാപിതാക്കളുടെ ശാപം തന്നെയും അപ്പുവിനെയും ബാധിക്കുമോ എന്ന് ഉമയ്ക്ക് ശങ്കയുണ്ടായിരുന്നു. മോൻ പക്ഷേ പഠിപ്പിൽ മാത്രമല്ല സ്കൂൾ അത്ലറ്റ്സിലും ഇപ്പോൾ ഒന്നാമനായിരിക്കുന്നു. സ്കൂളിൽ ഒരു റാങ്ക് പ്രതീക്ഷ കൂടിയായിരുന്നു അവൻ. സാം വിനുവിൻ്റെ 13ാം ബർത്ത്ഡേക്ക് അവൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഉമയുടെ വീട്ടിലെത്തി അപ്പുവിനെ ക്ഷണിച്ചു. ഭർത്താവിനൊപ്പം കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ ഡോക്ടറായ നിത ഉമയെയും പ്രത്യേകം ക്ഷണിച്ചു. എനിക്ക് സർജറിയുള്ള ദിവസമാണ് നിത എന്ന്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം. അപ്പോൾ തീർച്ചയായും വരും. ബാലു പോയ ശേഷം ഒരു സെലിബ്രേഷൻസിലും ഞാൻ പങ്കെടുക്കാറില്ല. ബാലുവിന് പക്ഷേ അങ്ങനെയൊരു ഡെലിക്കസി ഇല്ലല്ലോ ഉമ. എല്ലാ പൊതുചടങ്ങുകളിലും മകളെയും കൊണ്ട് അയാൾ മുന്നിലുണ്ടാവും. ഈയിടെയായി പുതിയ കമ്പൈനിനും ഒപ്പമുണ്ട്. സിൻഡർല ഇപ്പോൾ ശരിക്കും മാറിയിരിക്കുന്നു. തടിയും ഗ്ലാമറും എല്ലാം വെച്ചു. തനിക്ക് എന്തുകൊണ്ട് ഒരു സെക്കൻഡ് മാരേജിന് ശ്രമിച്ചുകൂടാ? അപ്പോൾ അരികിലുണ്ടായിരുന്നിട്ടും മറുപടിക്ക് ഉമ പതറിയില്ല. തെറ്റ് എൻ്റെ പക്ഷത്താണ് നിത. ചിലരുണ്ടാക്കിയ തെറ്റിദ്ധാരണകളിൽപ്പെട്ട് ബാലുവിനെ എവിടുന്ന് പറഞ്ഞയച്ചത് ഞാനാ. തെറ്റ് മനസ്സിലായപ്പോൾ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കാൻ ദുരഭിമാനം എന്നെ അനുവദിച്ചുമില്ല. തെറ്റ് മനസ്സിലായാലും ദുരഭിമാനത്തിൻ്റെ പേരിൽ ഏറ്റുപറയാത്തവരാ മിക്ക പെണ്ണുങ്ങളും. ഭാര്യയൊന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ഡോക്ടർ വിനു തോമസ് ചിരിച്ചു. ആണുങ്ങളും അക്കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല. നിത തിരിച്ചടിച്ചു. നമുക്ക് ആ വിഷയം വിടാം, ഉമ്മ പറഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? സാം വിനുവിൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ ഡോക്ടർ നിത വിനു സോംബാലിൽ നിന്ന് അപ്പുവിനോട് പ്രത്യേക അലിവ് പ്രദർശിപ്പിച്ചു. ഉമയെ ആവോളം ആദർശവൽക്കരിക്കുകയും ചെയ്തു. മോൻ്റെ അമ്മ ഒരു പാവമോ സോമോ? ഡോക്ടർ ബാലഗോപാൽ മറ്റൊരുത്തിയെ കൂടെ താമസിപ്പിച്ചിട്ടും ഉമ ഇപ്പോഴും സ്വയം ആ കുറ്റം ഏറ്റെടുക്കുകയാണ്. ആ സിൻഡർലയാണെങ്കിലോ ഒരു ഫ്ലർട്ട്. പെട്ടെന്ന് വിനു ഭാര്യയെ ശാസിച്ചു. പരദൂഷണം ശരിയല്ല നിത. തന്നെപ്പറ്റി പറയാനും ആളുണ്ടാവും. എന്നെപ്പറ്റി ആരും അങ്ങനെ പറയില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ അവൾ ഫ്ലർട്ട് ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു. വിനു അതിൽ രസിക്കാറുമുണ്ട്. അതല്ലേ അവളെപ്പറ്റി പറഞ്ഞപ്പോൾ കൊണ്ടത്. പിന്നെ അവൾ ശബ്ദം താഴ്ത്തി അപ്പുവിനെ അറിയിച്ചു. ഈ സിൻഡർല ശരിയല്ല സോമു. സോപ്പിട്ട് ആളുകളെ വശീകരിക്കുമെങ്കിലും പെൺകുഞ്ഞുങ്ങളെ അവളോടൊപ്പം താമസിക്കുന്നത് അപകടമാണ്. പെണ്ണുങ്ങളല്ല അവളുടെ കൂട്ടുകാർ, ആണുങ്ങളാണ്. അതും ദുർനടത്തക്കാർ. ടേക്ക് കെയർ. നിതാൻ്റിയുടെ വാക്കുകൾ ആഴത്തിൽ അപ്പുവിനെ ബാധിച്ചു. അമ്മുവിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് അവനെയും കൂട്ടി ഉമ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിച്ചെങ്കിലും മകളെ കാണാനായി ബാലുവിൻ്റെ വീട്ടിലേക്ക് കടന്നില്ല. എന്നാൽ പിറ്റേന്ന് അമ്മുവിൻ്റെ ക്ലാസ് കഴിയാറായപ്പോഴാണ് ഒരു പുത്തനുടുപ്പും കേക്കും വാങ്ങി അപ്പുവിൻ്റെ കൈവശ സ്കൂളിലേക്ക് കൊടുത്തയച്ചത്. ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ രണ്ടാനമ്മയെക്കുറിച്ച് കേട്ടതും കുറച്ചധികവും അവൻ അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ആ സ്ത്രീ ചീത്തയാ. അവരെ വിശ്വസിക്കരുത് അമ്മു. അവരവിടെ താമസിക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോരുമെന്ന് മോൾ അച്ഛനോട് പറയണം. അപ്പേട്ടൻ പറഞ്ഞത് അതേപടി വിശ്വസിക്കാനായില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ശങ്കയുടെയും പേടിയുടെയും കരടുകൾ വീണു. സിൻഡർലാൻഡിക്ക് പക്ഷേ എന്നെ ഒത്തിരി ഇഷ്ടമാണല്ലോ അപ്പേട്ട. അമ്മുവിൻ്റെ കണ്ണുകൾ കലങ്ങി. കാറിൽ എന്നെ കൊണ്ടുവിടുന്നതും കൊണ്ടുപോകുന്നതുമൊക്കെ സിൻഡർലാൻഡിയാ. ആൻറ്റിയോടൊപ്പമാണ് ഞാൻ രാത്രി ഉറങ്ങണതും. ട്യൂഷനൊന്നും ഇപ്പം ഞാൻ പോകണില്ല. എനിക്ക് ട്യൂഷൻ തരണതും ആൻറ്റിയാ. അതൊക്കെ സൂത്രമാ മോളെ, അപ്പു പറഞ്ഞു കൊടുത്തു. നമ്മുടെ അച്ഛൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അടവാ. സാമിനുവിൻ്റെ മമ്മി നിതാൻറ്റി പറഞ്ഞല്ലോ. അവരും ഈ സിൻഡർല വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാ. ഡോക്ടർ വിനു തോമസിൻ്റെ അതേ റാങ്കിലുള്ള കാർഡിയോളജിസ്റ്റാ നിതാൻറ്റി. അവർ വെറുതെ ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുമോ? ഈ സിൻഡർല ശരിയല്ലെന്ന് നിതാൻറ്റി പറയുമ്പം അതിന് എന്തൊക്കെയോ ഡീപ്പായ അർത്ഥമുണ്ടെന്ന് തോന്നും. നമ്മൾ കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അമ്മുവിന് മറുപടി ഇല്ലാതായി. സ്കൂൾ വരാന്തയിലായിരുന്നു ഏട്ടനും അനിയത്തിയും. ക്ലാസ് ടീച്ചറെ കണ്ട് അനുമതി വാങ്ങി ബാവയാമിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയതാണ് അപ്പു. ലാസ്റ്റ് പീരീഡ് ആയിരുന്നുകൊണ്ട് ബെല്ലടിക്കാനുള്ള സമയമായിരുന്നു. അപ്പൻ്റെ കൈവശം അമ്മ കൊടുത്തയച്ച സമ്മാന പാക്കറ്റുകളും നെഞ്ചോടമർത്തി പിടിച്ചു നിന്നിരുന്ന അമ്മു പെട്ടെന്ന് ഒന്ന് ഏങ്ങി. അവരെപ്പറ്റി പറഞ്ഞത് അമ്മുവിന് ഇഷ്ടമായില്ല അല്ലേ? അപ്പു ചോദിച്ചു. അതുകൊണ്ടല്ല പൂട്ടാ. കൈമടക്കി ഉയർത്തി അവൾ കണ്ണു തുറച്ചു. എൻ്റെ അടുത്ത് അത്ര സ്നേഹമായിട്ട് ആൻറ്റി. ഏങ്ങലിൽ വാചകം പൂർത്തിയാക്കാനായില്ല അമ്മുവിന്. അത് അവരുടെ അഭിനയമാണെന്ന് അമ്മു ഏട്ടൻ പറഞ്ഞത്. അച്ഛൻ പാവമാ. അച്ഛനെ അവർക്ക് എളുപ്പം പറ്റിക്കാൻ പറ്റും. നമ്മുടെ അമ്മയും പാവമാ. അമ്മയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അച്ഛനേക്കാൾ വിൽ പവറാ അമ്മയ്ക്ക്. അമ്മ ജീവിക്കുന്നത് നമ്മൾക്ക് രണ്ടാൾക്കും വേണ്ടി മാത്രമാണ്. അക്കാര്യത്തിൽ നമ്മുടെ അച്ഛനും ശരിയല്ല അമ്മു. അച്ഛൻ ആ സ്ത്രീയെ അവിടെ താമസിപ്പിച്ചില്ലേ? അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നെ നോക്കാൻ വേണ്ടിയാ അപ്പേട്ടാ. അതൊക്കെ നുണകളാമോ. അവർ അച്ഛനെ മയക്കിയെടുത്തതാ.
അച്ഛനും ഇപ്പോൾ അവരുടെ കൂട്ടാ. അമ്മയെയും എന്നെയുമൊക്കെ അച്ഛൻ മറന്നു. അരുതപ്പേട്ടാ, അച്ഛനെക്കുറിച്ച് അങ്ങനെ പറയല്ലേ. സത്യം നീ അറിയണമോ, നമ്മൾ പിരിഞ്ഞിട്ടിപ്പോൾ 3 വർഷമായില്ലേ. നീ ഇപ്പോൾ തീരെ ചെറിയ കുട്ടിയല്ലല്ലോ. അതുകൊണ്ട് എല്ലാം നീ അറിയണം. ആ സ്ത്രീയുടെ കൂട്ടുകാരെല്ലാം ആണുങ്ങളാ. ഇതും നിതാൻറ്റി പറഞ്ഞതാ മോളെ. അവർക്ക് പെണ്ണുങ്ങളുമായി കൂട്ടില്ല. അവരെ കാണാനായി പെണ്ണുങ്ങൾ ആരെങ്കിലും അവിടെ വരാറുണ്ടോ? ഇല്ല. അമ്മുവായി തുറന്നു. അത് തന്നെയാ പറഞ്ഞത്, അവർക്ക് ആണുങ്ങളുമായ കമ്പനിയെന്ന്. അച്ഛൻ നൈറ്റിന് പോകുമ്പോൾ ഇനി മോള് അവരുടെ കൂടെ കിടക്കണ്ട. അവരുടെ ചീത്ത ഫ്രണ്ട്സ് എങ്ങാൻ അവരെ തിരക്കി വന്നാലോ? അയ്യോ, അവൾ നിലവിളിച്ചു പോയി. എന്ന് വെച്ച് മോൾ പേടിക്കൊന്നും വേണ്ട. അച്ഛൻ്റെ മുറിയിൽ ഉറങ്ങിയാൽ മതി. വാതിലിൻ്റെ ബോൾട്ട് അകത്ത് നിന്ന് ഇട്ടോളണം. അച്ഛൻ വന്ന് തട്ടി വിളിക്കുമ്പോഴേ വാതിൽ തുറക്കാവൂ. ആൻറ്റിയുടെ ഫ്രണ്ട്സൊക്കെ പക്ഷേ പകലേ വരാറുള്ളൂ ഏട്ടാ. അപ്പോൾ പകലെ ഫ്രണ്ട്സ് വരാറുണ്ടല്ലേ? നീതാൻറ്റി പറഞ്ഞപ്പോൾ നേരാ. ആ നിമിഷം ക്ലാസ് കഴിഞ്ഞതിൻ്റെ മണി മുഴങ്ങി. ഏട്ടാ, ആൻറ്റി ഇപ്പം കാറുമായി വരും, അമ്മ പറഞ്ഞു. ശരി, അപ്പു തലകുലുക്കി. പക്ഷേ മോൾ സൂക്ഷിക്കണം. ഏട്ടൻ പറഞ്ഞൊന്നും മറക്കരുത്. എന്ന് വെച്ചേ പെട്ടെന്ന് അവരോട് അകൽച്ചയും ഭാവിക്കണ്ട. ഏട്ടൻ പറഞ്ഞൊന്നും ഒരു കാരണവശാലും അവർ അറിയാനും പാടില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകാരൊക്കെ കാഞ്ഞ ബുദ്ധിയ. ടേക്ക് കെയർ മോളൂ. അവൻ തിരിഞ്ഞോടി. ഏട്ടൻ തന്ന പാക്കറ്റുകൾ നെഞ്ചോടടുക്കി അവൾ വരാന്തയിൽ തന്നെ നിന്നു. ഗേറ്റിനരികിൽ വെച്ചിരുന്ന സൈക്കിളിൽ കയറി അപ്പു കാഴ്ചയിൽ നിന്ന് മറയുവോളം. സിൻഡ്രല്ല അന്ന് പതിവിൽ 5 മിനിറ്റ് കൂടി കാറിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അമ്മു എത്താൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുമ്പേ അവൾ പുഞ്ചിരിയിലും ആകാംക്ഷയിലും അമ്മൂട്ടിയെ നോക്കി. എന്താ കുട്ടാ ഈ പാക്കറ്റുകൾ? അമ്മ അപ്പേട്ടൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാ. ഇക്കുറി എന്താ അമ്മയും അപ്പേട്ടനും നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരാഞ്ഞത്? ആൻറ്റി കൂടി അവിടെ ഉള്ളത് കൊണ്ടോ അതോ അച്ഛമ്മയില്ലാത്തത് കൊണ്ടോ? എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. മുഖം കുനിച്ചു പിടിച്ചാണ് അവൾ പറഞ്ഞത്. എന്താ എൻ്റെ അമ്മൂട്ടിയുടെ മുഖത്തൊരു വാട്ടം? സിൻഡ്രല്ല തിരക്കി. ഏട്ടൻ കാണാൻ വന്നതിൻ്റെ സന്തോഷമൊന്നും ഈ മുഖത്തില്ലല്ലോ. അത് അമ്മു വിറച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ കാന ബുദ്ധിയാണെന്ന് ഏട്ടൻ പറഞ്ഞത് അവൾ ഓർത്തു. അമ്മയും ഏട്ടനും ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലെന്ന് ഓർത്തപ്പം എനിക്ക് സങ്കടം വന്നു. അയ്യേ, അമ്മുവിൻ്റെ ചുമലിലൂടെ കയ്യിൽ സെൻട്രല്ല അവളെ ദേഹത്തോട് ചേർത്തു. അത് നമ്മുടേത് വാടക വീടായതുകൊണ്ടാവും അമ്മു. നമ്മൾ സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ 2 പേരും അവിടെ വരും. മാത്രമല്ല ആൻറ്റിയെക്കുറിച്ച് ഒരുപക്ഷെ മോളുടെ അമ്മയ്ക്കും ഏട്ടനും തെറ്റിദ്ധാരണകളും കാണും. ആൻറ്റി പാവമാണെന്ന് അമ്മ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടെ നമ്മുടെ ജീവിതത്തിന് എല്ലാ കാർമേഘങ്ങളും ഒഴിഞ്ഞു പോകും. അമ്മയും അപ്പേട്ടനും നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നത് ആൻറ്റിക്ക് ഇഷ്ടാവുമോ? ആൻറ്റി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതിനായിട്ടാണ് മോളെ. നിങ്ങൾ 4 പേരും സന്തോഷമായി താമസിക്കുന്ന ആ വീട്ടിൽ ആൻറ്റിക്കും കൂടി ഒത്തിരി ഇടം തന്നാൽ മതി. പ്രസവിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടാവും കുട്ടികളുടെ ശബ്ദമുള്ളിടത്തെ എനിക്ക് മനസ്സന്തോഷം കിട്ടൂ. മനോരോഗങ്ങൾ ചികിത്സിക്കുന്ന ആളാണെങ്കിലും ആൻറ്റിയും സത്യത്തിൽ ഒരു മനോരോഗിയെ മോളെ. മനോരോഗ ചികിത്സകരായ എല്ലാവരും ഒരു കണക്കിന് മനോരോഗികളാണ്. പുസ്തകങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത കുറേ തിയറികൾ വെച്ച് മനുഷ്യൻ്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാമെന്ന് കരുതുന്നതാ ശരിയായ മനോരോഗം. സ്നേഹം കൊടുത്തു മാത്രമേ ആർക്കും സന്തോഷം നേടാനാവൂ കുട്ടി. മനസ്സിലെ ഞാനെന്ന ഭാവം ആദ്യം കളയണം. മോളുടെ അമ്മയ്ക്ക് പറ്റിയ അമളി അതാ. അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സിൻഡ്രല്ല ആൻറ്റി പറഞ്ഞത് മുഴുവനായും അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അപ്പേട്ടൻ പറഞ്ഞതുപോലെ ഒരു ചീത്ത സ്ത്രീയാണ് അവളെന്ന് വിശ്വസിക്കാനും പ്രയാസമായി. വാടക വീട്ടിലെത്തിയ ശേഷമാണ് സിൻഡ്രല്ല അമ്മുവിനും തനിക്കും ചായ ഉണ്ടാക്കിയത്. ബാലു വീട് പണി നടക്കുന്നിടത്തായിരുന്നു. സിൻഡ്രല്ല വീട്ടിൽ താമസമായതോടെ വീട് പണി മുൻപത്തേതിലും വേഗം പുരോഗമിച്ചിരുന്നു. വാർപ്പ് കഴിഞ്ഞു. വാതിലുകളും ജനലുകളും പിടിപ്പിച്ചു. പമ്പിളിംഗ് വയർ ജോലികളും പൂർത്തിയായി. ഇപ്പോൾ പെയിൻറ്റിംഗ് ആണ് നടക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ ഫർണിഷിംഗ് കൂടിയേ വേണ്ടൂ. പുതിയ വീട്ടിൽ താമസമാവാം. വീട് പണി പുരോഗമിച്ചതിന് പിന്നിൽ സിൻഡ്രല്ലയുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. അമ്മുവിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അവളാണ് നോക്കിയിരുന്നത്. പഠിപ്പിലും പാട്ടിലും കുട്ടി മുൻനിരയിലെത്തിയിരുന്നു. ബാലുവിൻ്റെ ഉള്ളിൽ സിൻഡ്രല്ലയോട് അകമഴിഞ്ഞ നന്ദിയുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ അയാൾ വാടക വീട്ടിലെത്തി. ബാലു കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും സിൻഡ്രല്ല ചായയും ചപ്പാത്തിയും വിളമ്പി. അയാൾക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അമ്മ എവിടെയാ? ബാലു തിരക്കി. പഠിക്കുകയാ, വിളിക്കണോ? സ്കൂൾ വിട്ട് വന്നിട്ട് ഞാനവളെ കണ്ടില്ല. അമ്മു, സിൻഡ്രല്ല ഇണത്തിൽ വിളിച്ചു. വിളി കേൾക്കുന്നതിന് പകരം നിശബ്ദയായി വാതിൽക്ക് എത്തിയ അമ്മു. ആ മുഖത്ത് ഒരു വാട്ടമുണ്ടായിരുന്നു. അടുത്തു വാ മോളെ, അയാൾ വിളിച്ചു. വളരെ സാവധാനമാണ് അവൾ അച്ഛൻ്റെ അരികിലെത്തിയത്. ബാലു ആ നെറ്റിയിൽ കൈപ്പുറം ചേർത്ത് വെച്ചു. പനിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ മുഖം ചലിപ്പിച്ചു. ഇല്ലെന്ന് അച്ഛന് മനസ്സിലായി. പിന്നെന്താ മോളുടെ മുഖത്തൊരു വ്യസനഭാവം? ഒന്നുമില്ല അച്ഛാ. അയാൾ സിൻഡ്രല്ലയെ നോക്കി. സ്കൂളിൽ നിന്ന് കാറിൽ കയറിയപ്പോഴേ മുഖത്തൊരു വാട്ടമുണ്ടായിരുന്നു, സിൻഡ്രല്ല പറഞ്ഞു. ഇന്ന് സ്കൂളിൽ അപ്പു വന്നിരുന്നു. മോൻ്റെ കയ്യിൽ ഉമ്മ അമ്മുവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കൊടുത്തയച്ചതാ. കുറച്ച് നാളുകൾ കൂടി ഏട്ടനെ കണ്ട് പെട്ടെന്ന് പിരിഞ്ഞതിലുള്ള സങ്കടമാവും ചിലപ്പോൾ. അതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. സ്കൂളിൽ അധ്യാപകന്മാർക്കെല്ലാം ഭാവി അമ്മയെ ജീവന. പഠിപ്പിൽ ഒന്നാമതൊന്നുമല്ലെങ്കിലും
പാട്ടുകൊണ്ട് അവൾ ആരെയും അതിശയിപ്പിക്കും. ഏട്ടനെ കണ്ട് പിരിഞ്ഞതിൻ്റെ വിഷമമാണോ മോളോ? ബാലു മകളോട് തിരക്കി. സത്യം പറയണം, നിന്റെ മുഖം വാടിക്കണ്ടാൽ പിന്നെ അച്ഛന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെയാവും. ഏട്ടനെ ഓർത്തുള്ള സങ്കടാച്ചാ. അമ്മ ഒടുവിൽ സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ, സിൻഡ്രല്ല ചോദിച്ചു. മറ്റൊരു വിഷമം അവൾക്കിവിടെയില്ല. അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒരുമിച്ചുള്ള ജീവിതമാണ് അവൾക്കിപ്പോൾ വേണ്ടത്. അത് നടക്കുമോ സിൻഡ്രല്ല? ബാലു ശ്രമിച്ചാൽ നടക്കും. ഇല്ല, എൻ്റെ കുറ്റം കൊണ്ടല്ല എൻ്റെ കുട്ടികളുടെ ജീവിതം ഇങ്ങനെയായത്. നിരപരാധിയായിട്ടും പൊരുത്തപ്പെടാനും തോൽക്കാനും ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. ഇനി ഏതായാലും അത് വേണ്ട. ഉമ്മ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. മറ്റൊരു കോംപ്രമൈസും എനിക്കാവില്ല. അയാൾ എഴുന്നേറ്റ് കൈ കഴുകി. അമ്മുവിൻ്റെ മുഖം ദയനീയമായി. അതുകണ്ട് സിൻഡ്രല്ല അവളെ ദേഹത്തോട് അമർത്തിപ്പിടിച്ചു. വാശിക്ക് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും താമസിയാതെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരുമോ? പിന്നീട് പുതിയ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും താമസിക്കാം. ആൻറ്റിയോ? മോൾക്കും അമ്മയ്ക്കുമൊക്കെ സമ്മതമാണെങ്കിൽ ആ വീട്ടിലൊരു കോണിൽ ആൻറ്റി ഉണ്ടാവും. ആൻറ്റിക്ക് മോളെ കാണാലോ, മോളുടെ ശബ്ദം കേൾക്കാലോ. ആ കണ്ണുകൾ തുളുമ്പിയപ്പോൾ അമ്മുവിൻ്റെ മിഴികളും ഈറനായി. ബാലു ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം അമ്മുവിൻ്റെ പതിവ് ഗൃഹപാഠങ്ങളൊക്കെ കഴിഞ്ഞാണ് സിൻഡ്രല്ല സപ്പർ വിളമ്പിയത്. അത് കഴിഞ്ഞതും 1 മണിക്കൂർ അമ്മ പഠിച്ചു. സിൻഡ്രല്ല അപ്പോഴേക്കും കിടക്ക വിരിച്ചു. ഇനി വരൂ, നമുക്ക് ഉറങ്ങാം. നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാലും അമ്മ ഉറങ്ങുമ്പോഴെല്ലാം സിൻഡ്രല്ല വായനയിലായിരിക്കും. അപ്പോട്ടം പറഞ്ഞതുപോലെ ആ സമയത്തെങ്ങാനും ആവുമോ ആൻറ്റിയുടെ ആൺചങ്ങാതിമാർ വരുന്നത്? ഛേ, അമ്മു അറിയാതെ സ്വയം ഒന്ന് ചുളുങ്ങി. ഞാനിന്ന് അച്ഛൻ്റെ മുറിയിൽ കിടന്നോളാം ആൻറ്റി. അതെന്താ? സിൻഡ്രല്ല വല്ലാതെയായി. ആൻറ്റിയോട് മോൾക്കൊരു പിണക്കമായോ? അതല്ല ആൻറ്റി, അപ്പോട്ടൻ 5 വയസ്സ് മുതൽ ഒരു മുറിയിൽ തനിച്ചുറങ്ങാൻ തുടങ്ങിയതാ. സ്കൂളിലെ മിസ്സുമാരും ചോദിക്കും തനിച്ചൊരു മുറിയിലാണ് ഉറങ്ങുന്നതെന്ന്, അതോ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണെന്ന്. അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം ഉറങ്ങുന്നവരോട് ഇനി മുതൽ ഒരു മുറിയിൽ തനിച്ചുറങ്ങി ശീലിക്കണമെന്ന് പറയും. എന്നോടും ഇന്ന് മിസ് ചോദിച്ചു. അമ്മ ഒരു നുണ പറഞ്ഞു. എന്നിട്ട് ആൻറ്റിയോടൊപ്പമാണെന്ന് മോൾ പറഞ്ഞോ? ആ, അവൾ തലയാട്ടി. നല്ലത്, സിൻഡ്രല്ല മന്ദഹസിച്ചു. മോളപ്പോൾ ഇന്നു മുതൽ തനിച്ചുറങ്ങിക്കോളൂ, പക്ഷേ വാതിലകത്തുനിന്ന് ലോക്ക് ചെയ്യരുതേ. ഇല്ല എന്ന് സമ്മതിച്ചെങ്കിലും അച്ഛൻ്റെ മുറിയിൽ കിടന്ന് വാതിൽ ബന്ധിച്ച ശേഷമാണ് അമ്മ ഉറങ്ങാൻ കിടന്നത്. വെളുപ്പിന് 5-ന് സിൻഡ്രല്ല അവളെ വാതിൽ തട്ടി വിളിച്ചു. അമ്മു, അമ്മൂട്ടി, മോളെ. പലവട്ടം വിളിച്ച ശേഷമാണ് അമ്മ വാതിൽ തുറന്നത്. വാതിൽ ലോക്ക് ചെയ്യരുതെന്ന് ആൻറ്റി പറഞ്ഞതല്ലേ മോളെ? അത് അവൾ വിക്കി. ഞാൻ മറന്നുപോയി ആൻറ്റി. കളവ് പറയാൻ അമ്മ ശീലിക്കുകയായിരുന്നു. 6-ന് ബാലു ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴേക്കും അവൾ കുളിച്ച് പഠിക്കാൻ ആരംഭിച്ചിരുന്നു. പിറ്റേന്നും അമ്മു അച്ഛൻ്റെ മുറിയിലാണ് ഉറങ്ങിയത്. മോളെന്താ ആൻറ്റിയുടെ മുറിയിൽ നിന്ന് പോകുന്നത്? ബാലു തിരക്കി. എനിക്ക് അച്ഛൻ്റെ മുറിയിൽ ഉറങ്ങാനാണ് ഇഷ്ടം. അവൾ വീണ്ടും കള്ളം പറഞ്ഞു. സാരമില്ല, ഇനി മുതൽ മോളെ ഇവിടെ ഉറങ്ങിയാൽ മതി. മറ്റൊരു ദിവസം അപ്പു വീണ്ടും അമ്മുവിൻ്റെ സ്കൂളിലെത്തി. അത് അമ്മ ആവശ്യപ്പെട്ടിട്ടായിരുന്നില്ല, അവൻ്റെ സ്വന്തം തീരുമാനപ്രകാരം. അന്ന് അപ്പു അനിയത്തിക്ക് ഒരു സമ്മാനം നൽകി, സ്വന്തം മൊബൈൽ ഫോൺ. അപ്പേട്ടനെ വിളിക്കാൻ ഫോണില്ലാതാവില്ലേ? അമ്മു ചോദിച്ചു. എനിക്ക് അമ്മ അമ്മയുടെ ഫോൺ തന്നു മോളെ. അതിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കും, എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം. ഞാൻ തന്ന നിൻ്റെ ഫോൺ ചാർജ് ചെയ്തോളാം. പക്ഷേ ഇത് നിൻ്റെ കൈവശമുള്ള കാര്യം അവിടെ ആരും അറിയണ്ട കേട്ടോ. ആ സ്ത്രീയുടെ മുറിയിലാണോ നീ ഇപ്പോൾ ഉറങ്ങണത്? അല്ല അപ്പേട്ടാ, ഞാൻ അച്ഛൻ്റെ മുറിയിലാണ്. വെരി ഗുഡ്. ഇനി ഒരിക്കലും മോൾ അവരുടെ മുറിയിലേക്ക് പോകരുത്. അവർ ചീത്തയാണെന്ന് ഏട്ടൻ മുമ്പേ പറഞ്ഞതല്ലേ. അവർക്ക് പക്ഷേ എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ ഏട്ടാ. അത് അഭിനയമോ മോളെ? ഉള്ളിലുള്ളത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ ഭാവിക്കുന്നവരെയാ ക്ലെവർ എന്ന് പറയുന്നത്. ഷീ ഈസ് എ ക്ലെവർ ലേഡി. മോളിനി അവരെ വിശ്വസിക്കാനേ പാടില്ല. വിശ്വസിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരോട് വെറുപ്പോടെ വേണം പെരുമാറാൻ. അപ്പം അവർ ആ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളും. അവർ അവിടെ നിന്ന് പോയാലേ അച്ഛൻ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് വരൂ. ആ ആൻറ്റി പോയാൽ അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് വരുമോ ഏട്ടാ? തീർച്ചയായും. ആ സ്ത്രീയെയും നമ്മുടെ അച്ഛനെയും തമ്മിലകറ്റാൻ മോൾ ഒരാൾക്കേ കഴിയൂ. ഏട്ടൻ അമ്മയുടെ അടുത്തല്ലേ. ഏട്ടന് അവിടേക്ക് വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മോൾ വേണം ആ സ്ത്രീയെ അവിടെ നിന്ന് ഓടിക്കാൻ. എങ്കിലേ നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം സന്തോഷമായി ജീവിക്കാൻ പറ്റൂ. മറുപടിയൊന്നും പറയാതെ അമ്മ മെല്ലെ ഒന്ന് നിശ്വസിച്ചു. നിനക്ക് അവരെ വെറുക്കാൻ പറ്റില്ല അല്ലേ? അപ്പുവിൻ്റെ മുഖം ഇരുണ്ടു. നിനക്ക് നമ്മുടെ അമ്മയേക്കാൾ ഇഷ്ടം അവരെയാണല്ലേ? അപ്പേട്ടാ, അമ്മുവിന് കരച്ചിൽ വന്നു. എങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കണം. നിന്നെയും അച്ഛനെയും കാണാതെ അമ്മ ഒരുപാട് ക്ഷീണിച്ചു പോയി മോളെ. ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ അമ്മയെ ഒരു ദിവസം നഷ്ടമാവും. അപ്പേട്ടാ, അവൾ വീണ്ടും കരഞ്ഞു. അപ്പോഴേക്കും സ്കൂളിലെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞുള്ള ബെൽ മുഴങ്ങി. ലഞ്ച് കഴിക്കാതെ സ്വന്തം സ്കൂളിൽ നിന്ന് അനിയത്തിയെ കാണാൻ സൈക്കിളിൽ പാഞ്ഞു വന്നായിരുന്നു അപ്പു. ഇനിയെല്ലാം ഫോണിൽ. അവൻ സ്കൂൾ കോറിഡോറിൽ നിന്ന് തിരിഞ്ഞോടി. അന്ന് വൈകുന്നേരം സ്കൂൾ ഗേറ്റിൽ നിന്ന് കാറിൽ കയറിയ അമ്മുവിൻ്റെ മുഖം മഴയ്ക്കൊരുങ്ങി ആകാശമായി മാറിയിരുന്നു. എന്താ അമ്മു? സിൻഡ്രല്ലയ്ക്ക് പരിഭ്രമമായി. ഇന്നും അപ്പു വന്നോ? ഇല്ല. പിന്നെ? തലവേദന. എങ്ങനെ നുണ പറയാമെന്ന് അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ടാബ്ലറ്റും ഭാവമൊന്നും വേണ്ട. ചെറിയ തലവേദനയ്ക്ക് നല്ലൊരു ചായ മതി.
ആൻറ്റി ഇപ്പോൾ തന്നെ മോൾക്കുണ്ടാക്കി തരാം. കാറിൽ നിന്നിറങ്ങിയ സിൻഡ്രല്ല അകത്തേക്ക് ഓടി. വേണ്ട, അമ്മു കരഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അമ്പരപ്പിൽ സിൻഡ്രല്ല തിരിഞ്ഞു നിന്നു. എന്തു പറ്റി മോളെ? എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? സങ്കടം ഈർഷ്യയായി രൂപപ്പെട്ടിരുന്നു. മോളു? സിൻഡ്രല്ല നടന്നണഞ്ഞ് അമ്മുവിൻ്റെ താടിയിൽ തൊട്ടു. വിടെന്നെ. ആ കൈ തട്ടി മാറ്റി അവൾ അകത്തേക്ക് ഓടി. സിൻഡ്രല്ലയുടെ നെഞ്ചിൽ ഒരു കടാര ഇറങ്ങി. ആദ്യമായാണ് അമ്മുവിൻ്റെ മുഖത്ത് അവൾ ഈർഷ്യ കാണുന്നത്. മുഖത്തടിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതും കൈ തട്ടി മാറ്റുന്നതുമൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു. നെഞ്ചിനുള്ളിൽ നിന്ന് കിതച്ചുയർന്ന സങ്കടം കരച്ചിലാവാതിരിക്കാൻ സിൻഡ്രല്ല നന്നായി കഷ്ടപ്പെട്ടു. മനസ്സ് നിറയെ സ്നേഹമുള്ള കുട്ടിയാണ് അമ്മു. സ്നേഹം ആഗ്രഹിക്കുന്നവളും. കൊഞ്ചലും ലാളനയും തലോടലുമൊക്കെ അവളെ വശീകരിക്കാറുണ്ട്. കുട്ടികളെ ഓമനിക്കുന്നത് സിൻഡ്രല്ലയുടെയും ഇഷ്ടവിനോദമായിരുന്നു. എന്നിട്ടിപ്പോൾ അമ്മമ്മോൾക്ക് എന്തു പറ്റി? തലവേദനയോ അത്തരത്തിൽ എന്തെങ്കിലും ശാരീരിക അസുഖമോ ഉള്ളതുകൊണ്ടാവില്ല. എങ്ങനെയോ ആ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വന്നില്ലെന്ന് അമ്മ പറഞ്ഞത് കളവാകാം, അല്ലെങ്കിൽ സത്യം തന്നെയാവാം. എന്തായാലും തങ്ങൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന എന്തോ സംഭവിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും നാവിൽ നിന്ന് വീണ വാചകമാകാം. കുട്ടികൾക്ക് അത് മതിയല്ലോ. തൻ്റെ കിടപ്പറ വിട്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് മാറിയപ്പോഴേ ശങ്ക തോന്നിയതാണ്. ഏതോ വിഷമുന ആ കുരുന്നു മനസ്സിൽ കൊണ്ടിരിക്കുന്നു. അമ്മ പോയ പുറകെ സിൻഡ്രല്ലയും അകത്തേക്ക് നടന്നു. അച്ഛൻ്റെ കിടപ്പറയിലേക്കാണ് അമ്മ ഓടിപ്പോയത്. സിൻഡ്രല്ല ചെല്ലുമ്പോൾ അവൾ കിടക്കയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ആ അരികിൽ ഇരിക്കാനും ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനും ആ മനോവ്യത ചോദിച്ചറിയാനും സിൻഡ്രല്ലയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്ക് അതൊരു ശല്യമായാലോ എന്ന് അവൾ ഭയന്നു. അല്പനേരം അമ്മുവിനെ തനിച്ച് വിട്ടേക്കാമെന്ന് കരുതി സിൻഡ്രല്ല പുറത്തേക്ക് പോന്നു. വൈകുന്നേരം കൺസൾട്ടേഷനായി 2 പേഷ്യൻസിന് അപ്പോയിൻമെൻറ്റ് നൽകിയിരുന്നു. അവർ എത്തിയതോടെ അവൾ സ്വന്തം ജോലിയിൽ മുഴുകി. പേഷ്യൻസ് മടങ്ങിയത് സന്ധ്യയോടെയാണ്. സിൻഡ്രല്ല വീണ്ടും ബാലുവിൻ്റെ മുറിയുടെ വാതിൽക്കലെത്തിയപ്പോൾ കിടക്കയിൽ കിടന്ന് നല്ല ഉറക്കമാണ് അമ്മു. മോളു? കുറി അവൾ അമ്മുവിൻ്റെ കിടക്കയുടെ അരികിലിരുന്നു. കുട്ടി ഞെട്ടി ഉണർന്ന് അമ്പരപ്പോടെ ആൻറ്റിയെ നോക്കി. ചായ? ഫ്ലാസ്കിൽ നിന്ന് കപ്പിലേക്ക് ചായ പകർന്നു വെച്ചു സിൻഡ്രല്ല. ചായ കുടിച്ചിട്ട് മേല് കഴുകിവന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് പഠിക്കണം. അമ്മു വീണ്ടും പ്രതിഷേധിക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ കപ്പ് എടുത്ത് ചുണ്ടോട് ചേർത്തു മോൾ. ഉറങ്ങി ഉണർന്നപ്പോൾ ആ മുഖത്തെ കാലുഷ്യം അലിഞ്ഞിരുന്നു. വരൂ, മേല് കഴുകാം. അമ്മു ചായ കുടിച്ചു കഴിഞ്ഞതും സിൻഡ്രല്ല ആ കൈ പിടിച്ചു. സന്ധ്യ ആയതുകൊണ്ട് തണുപ്പ് കാറ്റ് വീശുന്നുണ്ട്. വെള്ളം ചൂടാക്കണോ മോളോ? വേണ്ട, എനിക്ക് തണുത്ത വെള്ളമാണ് ഇഷ്ടം. അവൾ പഴയ കുട്ടിയായി കഴിഞ്ഞു. ബാത്ത് ടവലും സോപ്പുമെല്ലാം എടുത്ത് കുളിമുറിയിൽ വെച്ചത് സിൻഡ്രല്ലയാണ്. ആ സമയത്താണ് ബാലു ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയത്. എന്തിനും ഇയാളിങ്ങനെ അവളുടെ വാലായി നടന്നാൽ ഭാവിയിൽ അവളൊരു കുഴി മടിച്ചാവും കേട്ടോ. ഓരോ പ്രായത്തിലും കുട്ടികൾ തനിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തനിച്ചു തന്നെ ചെയ്യണം സിൻഡ്രല്ല. ഇല്ലെങ്കിൽ സ്വാശ്രയബോധം നഷ്ടപ്പെടും. സ്വാശ്രയബോധം എന്നൊക്കെ പറയുമ്പം അതിൽ സ്വാർത്ഥതയുടെ ഒരു സ്പർശമുണ്ട് ഡോക്ടർ. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, താൻ കാര്യം നോക്കികളായി വളരുക. പണ്ടൊക്കെ പറയാറുള്ളത് കൊണ്ടും കൊടുത്തും ജീവിക്കണമെന്നായിരുന്നു. അപ്പോഴേ സ്നേഹമുണ്ടാവൂ. മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹം കൊടുത്ത് വളർത്തുക. മാതാപിതാക്കൾ വൃദ്ധരും ആശ്രിതരുമാവുമ്പോൾ യൗവനയുക്തരായ മക്കൾ അവരെ ഉചിതമായി സംരക്ഷിക്കുക. കൊടുത്തും കൊണ്ടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ. ഇക്കാലത്തെ മക്കൾ രണ്ടാമത്തെ നീതിക്ക് വിമുഖരാ സിൻഡ്രല്ല. ഓരോരുത്തരും അവരവരുടെ നീതി മുറുകെ പിടിക്കാൻ മതിയല്ലോ. കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തേക്കുക, കിട്ടാനുള്ളതിനെക്കുറിച്ച് ബോധേടാവാതിരിക്കുക. ചിരിയോടെ ഭാര്യ മുഖം ചലിപ്പിച്ചു. സിൻഡ്രല്ലയുടെ തത്വങ്ങളോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ മജോറിറ്റി സ്വന്തം ഇഷ്ടവും സൗകര്യവും നോക്കിയേ മുന്നോട്ട് പോകൂ. എൻ്റെ അപ്പുവിൻ്റെ കാര്യം തന്നെ എടുക്കാം. 5 വയസ്സുവരെ എൻ്റെ നെഞ്ചിലിട്ടാൻ ഞാൻ അവനെ ഉറക്കിയിരുന്നത്. ഇപ്പോൾ അവന് ഞാൻ ശത്രുവാണ്. ഞാൻ ഇടയിൽ കയറി വന്നുകൊണ്ടാവാം. അല്ല, അവൻ്റെ അമ്മ അവനെ ബ്രെയിൻ വാഷ് ചെയ്തതാണ്. ഡോക്ടർ എത്ര തവണ ആവർത്തിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. ഉമയെപ്പോലൊരു വ്യക്തി. നോ. ബാലു ഇടയിൽ കയറി. ഉമയ്ക്ക് അപ്പുവിനെ വേണം. അവനെ എന്നിൽ നിന്ന് അകറ്റുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അമ്മുവിനെ ഞാൻ വിട്ടുകൊടുക്കാത്തത്. എനിക്കും സ്നേഹത്തിൻ്റെ ഒരു തണൽ വേണം. അമ്മുവിന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അഭാവ വ്യത്യാസത്തെക്കുറിച്ച് സിൻഡ്രല്ല അയാളോട് പറഞ്ഞില്ല. അമ്മുവിൻ്റെ പ്രധാന അധ്യാപിക ഉമയുടെ പേഷ്യൻ്റാണ്. ആ ടീച്ചറിലൂടെ അമ്മ മകളെ സ്വാധീനിക്കുന്നുണ്ടാവുമോ എന്ന ശങ്ക സിൻഡ്രല്ലയ്ക്കും ഉണ്ടായിരുന്നു. വെറുതെ സംശയിക്കാനല്ലാതെ ആ സാധ്യതയെക്കുറിച്ച് ശബ്ദിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഉമയോട് എനിക്ക് ബഹുമാനവും നന്ദിയുമുണ്ട്, ബാലു തുടർന്നു. യാതൊരു നിബന്ധനകളോ കരാർ പത്രങ്ങളോ കൂടാതെ എൻ്റെ കൂടെ വന്ന് താമസിച്ച സ്ത്രീയാണ് ഉമ. പിരിഞ്ഞപ്പോൾ നഷ്ടപരിഹാരങ്ങളോ ജീവനാംശമോ ആവശ്യപ്പെട്ടില്ല. വിവാഹമോചനം വേണ്ടി വന്നാൽ പുരുഷൻ്റെ പച്ചമാംസം മുറിച്ചെടുക്കുന്നവരാ ഇന്നത്തെ സ്ത്രീകൾ. പക്ഷേ ഉമ ഏത് സ്ത്രീയേക്കാളും ഉയരെയാണ്. എന്നിട്ടും ആരോ പറഞ്ഞത് വിശ്വസിച്ച് എന്നെ വേണ്ടെന്ന് വെച്ചു അവൾ. അപ്പോഴും ഒത്തുതീർപ്പിന് തയ്യാറായവനാണ് ഞാൻ. എനിക്ക് വേണ്ടിയാണ് അവൾ ആത്മഹത്യയ്ക്ക് മുതിർന്നതെന്ന വിശ്വാസത്തിൽ. ഒരുപക്ഷെ ആ ആത്മഹത്യ ശ്രമത്തിന് മറ്റു കാരണങ്ങളുണ്ടാവാം. താരാനാഥനിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതുകൊണ്ടോ അയാൾ ചതിച്ചതുകൊണ്ടോ ആവാം അവൾ മരിച്ചേക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ അമ്മുവിന് ഒരു രണ്ടാനച്ചുണ്ടാവാൻ പാടില്ലെന്ന നിർബന്ധം കൊണ്ടാണ്
ഞാൻ അവളെ എൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത്. അമ്മുവിന് ഒരു രണ്ടാനമ്മയും ഉണ്ടാവാൻ ഡോക്ടർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഡോക്ടർ സെൻട്രലിലേക്ക് വ്യക്തമായി അറിയാമല്ലോ. താങ്കൾ എൻ്റെ നല്ല സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്ത്. ഒരു സ്ത്രീക്കും പുരുഷനും ശുദ്ധ സുഹൃത്തുക്കളായിരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരിക്കണം നമ്മളെന്ന എൻ്റെ ആഗ്രഹം. പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ടും സിൻഡ്രല്ലയുടെ മുഖത്ത് പക്ഷേ പുഞ്ചിരി വിടർന്നില്ല. എന്തിനോ അവളുടെ ഉള്ളം പൊട്ടിക്കരയാൻ വെമ്പി. കഥ തുടരും.